ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങളിൽ അത് സ്വയമേവ ചരിക്കുന്നതാണ്. ഇന്ദ്രിയങ്ങളുടെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ദ്രിയ വിഷയങ്ങളിൽ അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കണ്ണ് കാഴ്ച കാണും, കാത് ശബ്ദം കേൾക്കും, ഇങ്ങനെ ഓരോ നാസിക ഗന്ധം അറിയും. അതത് വിഷയങ്ങളിൽ അത് വ്യാപരിക്കുന്നു. അതത് എന്താ പറയുക, അതിന് പ്രവേശിക്കുക എന്നത് അതിൻ്റെ ഒരു ധർമ്മമാണ്. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ യമധർമ്മൻ എന്തു പറഞ്ഞത്? പരാഞ്ചികാനി വിതൃണത് സ്വയംഭൂ. ഈ 5 ഇന്ദ്രിയങ്ങളെയും വിധാതാവ് പുറത്തേക്കാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മൻ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉറവിടത്തിലേക്ക് നോക്കാൻ അതിന് താല്പര്യമില്ല, അല്ലെങ്കിൽ അതിന് പ്രേരണയില്ല. എന്നാൽ കശ്ചിത് ധീര, ഒരുവൻ അതിനെ കണ്ടു എന്നാണ്. പ്രത്യേകാത്മാനം ഐക്ഷത്, അതിനെ കണ്ടു. എങ്ങനെ? ആവൃത്ത ചക്ഷുഹു അമൃതത്വമിച്ഛൻ. അവിടെ ഒരു ഇച്ഛയുണ്ട്. ഈ അന്വേഷകൻ എന്താണ്? അമൃതത്വം ഇച്ഛൻ, മാറ്റമില്ലായ്മയെ ആഗ്രഹിച്ചതുകൊണ്ട് അമൃതത്വം പ്രാപിക്കണം, മാറ്റമില്ലായ്മയെ അറിയണം എന്നാഗ്രഹം ഹേതുവായി ആവൃത്ത ചക്ഷുഹു, കണ്ണുകളെ ഉള്ളടക്കി. അപ്പോഴോ പ്രത്യേകാത്മാനം ഐക്ഷത്, അന്തരാത്മാവിനെ കണ്ടു. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് ഇന്ദ്രിയാണാം ഹി ചരതാം യത് മനഃ. അതെന്താണ്? യാതൊന്നിനെയാണോ മനസ്സോട് കൂടിയിട്ട് അനുവിധീയതേ, അത് മനസ്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഈ ആശയം നേരത്തെയും പറഞ്ഞതാണ്. രഥകൽപ്പനയിൽ എങ്ങനെയാണോ ദുഷ്ടങ്ങളായ അശ്വങ്ങൾ എന്ന് പറഞ്ഞാൽ നിയന്ത്രണമില്ലാത്ത കുതിരകൾ ഇവനെ കൊണ്ടുപോയിട്ട് അധികച്ചതി സംസാരത്തിൽ കൊണ്ട് ചുറ്റുന്നത്, എന്നാൽ നിയന്ത്രണമാർന്ന കുതിരകളോ സദശ്വ ഇവ സാരഥേഹേ സദ്വിഷ്ണു പരമം പദം യദ്ഗത്വാന നിവർത്തന്തേ. എവിടെയാണോ കൃത്യമായി കൊണ്ടുപോയി പാർക്ക് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നു. ആർക്ക്? സദശ്വാവിന്. നിയന്ത്രണമുള്ള കുതിരകളെ കൊണ്ടുപോകുന്ന സാരഥിക്ക്. അവിടെയാണ് ബുദ്ധിസ്ഥാനീയനായിട്ട് കൃഷ്ണൻ അർജുനന്റെ സാരഥിയായി വരുന്നത്.